ഹായ് നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം AI ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. മലയാള സിനിമാ മേഖലയിലെ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള പല സീനുകളും വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ വിജയ് നായകനെത്തിയ ഒരു സിനിമയിലും അത്തരത്തിൽ വിജയകാന്തിനെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ പൂർണ്ണമായിട്ടും AI നിർമ്മിതമാകുന്ന സിനിമകൾ വരാനിരിക്കുന്ന സിനിമയുടെ മാറ്റത്തിൻ്റെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. അത്തരത്തിലുള്ള സിനിമ വരികയാണെങ്കിൽ നമുക്ക് പണ്ട് കണ്ട് മതിവരാത്ത ഒരുപാട് താരങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്കൊന്നുകൂടി കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാവുന്ന പോലെ നസീർ സാറിനെയും സത്യൻ സാറിനെയും ജയൻ സാറിനെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതുപോലെ ബ്രൂസ്ലിയെയും നമുക്ക് വീണ്ടും പുനർനിർമ്മിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത വിധത്തിൽ ഒരു കാലത്ത് സിനിമാ രംഗം ഭരിച്ചിരുന്ന പല താരങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ ശബ്ദങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ റെക്കോർഡ് ആയതുകൊണ്ട് ഭാവിയിൽ അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് വരിക തന്നെ ചെയ്യും. ഈ ഇടയായിട്ടൊരു ഒരു AI സ്റ്റോറി ഞാൻ കണ്ടു. മനോഹരമായിരിക്കുന്ന സ്റ്റോറി. അതിൽ ഹിറ്റ്ലർ മാധവൻകുട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറിയിൽ കാഴ്ചയിലെ മാധവൻ, ഓപ്പറേറ്റർ മാധവനെക്കുറിച്ചും അവരിപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ വീണ്ടും നമ്മുടെ കൊച്ചുണ്ടാപ്രി മാധവനെ കാണാൻ വരുമോ? ഓപ്പറേറ്റർ മാധവൻ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുമോ? ഓപ്പറേറ്റർ മാധവൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു? ഇതൊക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. ഒരുപക്ഷെ ഓപ്പറേറ്റർ മാധവൻ ഇപ്പോൾ തൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് മാറിയിരിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പ്രതിവിധിയായിട്ട് ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്തരത്തിൽ ചിന്തിക്കാൻ ഒരു കാരണമായെന്ന് കരുതാം. മാത്രമല്ല, ഹിറ്റ്ലർ മാധവൻകുട്ടി ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഷാട്ടിങ്ങളും ശീലങ്ങളും അദ്ദേഹത്തിന് ഒരിക്കലും വിടാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നതും നമ്മൾ കണ്ടതാണ്. അതിന് തിരിച്ചു വരാൻ കാരണക്കാരായ വ്യക്തികൾ ഇപ്പോഴും കുടുംബത്ത് ഉണ്ട് എന്നുള്ളതും അവരുടെ ജീവിതം എങ്ങനെയാണെന്നും അവരുടെ മക്കളെങ്ങനെയാണെന്നും, ഇനി ഹിറ്റ്ലർ മാധവൻകുട്ടിക്കും ഗൗരിക്കും ഒരു മകനുണ്ടായാൽ അല്ലെങ്കിൽ മകളുണ്ടായാൽ എങ്ങനെയായിരിക്കുമെന്നും അങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള AI വീഡിയോ ഞാൻ കണ്ടു. നിങ്ങളൊരു പക്ഷേ കണ്ടു കഴിഞ്ഞ് കാണും. അതിൽ ദുൽഖറിൻ്റെ മകനായിട്ടും അതുപോലെ ഈ പറഞ്ഞ സഹോദരിമാർക്കൊക്കെ ഓരോ മക്കളുള്ളതായിട്ടും, പെൺമക്കളാണ് അതെല്ലാം, അവരെയൊക്കെ സംരക്ഷിക്കുന്ന മറ്റൊരു ഹിറ്റ്ലറായിട്ട് നമ്മുടെ ദുൽഖർ എന്ന കുഞ്ഞിക്ക മാറിയതായിട്ടും നമ്മൾ കാണുന്നു ആ ഒരു ഇതിൽ. എന്തായാലും രസകരമായിരിക്കുന്നു ആ ഒരു AI വീഡിയോ. അതുകൊണ്ട് തന്നെ AIക്ക് നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ പങ്കുവയ്ക്കണം. AI നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് തന്നെ ഈ ഒരു കാലത്ത് തെളിയിക്കട്ടെ.